സ്വിറ്റ്സർലാൻഡിൽ ആണെങ്കിൽ ഒരു കുട്ടി ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അവിടുത്തെ ഗവൺമെൻറ്റിൽ നിന്നൊരു ചെക്ക് ലിസ്റ്റ് തരും. നമ്മളുടെ വീട് എങ്ങനെയാണ് കുട്ടിക്ക് സുരക്ഷിതമാക്കേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ നമ്മളുടെ ഒരു സർട്ടൻ ലെവലിൽ ഇലക്ട്രിക് പ്ലഗ് ഉണ്ടെങ്കിൽ ആ പ്ലഗിലെ ഹോൾ അടച്ചു വയ്ക്കാനായിട്ടുള്ളൊരു ചില മെറ്റീരിയലുണ്ട്. ഈ ചില കുട്ടി തട്ടി വീഴാനിടയുള്ള ഭാഗങ്ങൾ എങ്ങനെയാണ് മാറ്റേണ്ടത്, കുട്ടി വിഴുങ്ങാൻ സാധ്യതയുള്ള ഏതെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് മാറ്റിവെക്കേണ്ടത്, കുട്ടിക്ക് അവിടെ കൊടുക്കുന്ന ഓരോ കളിപ്പാട്ടവും ആ കളിപ്പാട്ടത്തിൻ്റെ വലിപ്പത്തിലും ആ കളിപ്പാട്ടത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വസ്തുവിലും നിറത്തിലും എല്ലാം ഗവൺമെൻറ് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട് ആ കുട്ടിയെ സുരക്ഷിതമാക്കാനായിട്ട്. ഇത് നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. കുട്ടി സ്കൂളിലേക്ക് പോകുന്ന അന്ന് ആദ്യത്തെ ദിവസം ആദ്യത്തെ ക്ലാസ് എങ്ങനെയാണ് സുരക്ഷിതമായി പെരുമാറേണ്ടത് എന്നുള്ളതിനെ പറ്റിയാണ്. കാരണം സ്കൂൾ ഒരു പരിചയമില്ലാത്തൊരു അന്തരീക്ഷമാണല്ലോ. അപ്പോൾ ആ സ്കൂളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കളിക്കളത്തിൽ വെച്ച് നമ്മൾ വീണെന്തെങ്കിലും പരിക്ക് പറ്റി കഴിഞ്ഞാൽ ആരെയാണ് സമീപിക്കേണ്ടത്, ഇതെല്ലാം കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കും. ഒരു സേഫ്റ്റി ഓറിയൻറ്റേഷൻ. ഇങ്ങനെ ആ വീട്ടിലും സ്കൂളിലുമായി സുരക്ഷ പഠിപ്പിച്ച് ഉണ്ടാക്കുന്ന ഒരു സുരക്ഷാ സംസ്കാരത്തിൽ നിന്നാണ് നമുക്ക് ഉയർന്നൊരു സുരക്ഷാബോധം ഉണ്ടാകുന്നത്.